ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ ഡി എയെ സംബന്ധിച്ച് വോട്ട് ചോരി മാത്രമല്ല. ഏതാണ്ട് 1,00,000-ഓളം സ്ത്രീകൾക്ക് ആ തുക കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയേണ്ട ഒരു കാര്യമായിരുന്നു അത്. അവർ തടഞ്ഞില്ല. രാഹുൽ ഗാന്ധി അതിൻ്റെ നേതൃത്വത്തിൽ വരുന്ന കാലം എന്ന് പറയുന്നത് ഏറ്റവും ദുർഘടം പിടിച്ചൊരു കാലമാണ്. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ നാളത്തെ നേതാവാണ്, ഇന്നത്തെ നേതാവല്ല. നാളത്തെ ഇന്ത്യയുടെ നേതാവാണ് രാഹുൽ സംസാരിക്കുന്നത് നാളെ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമൂഹ്യ ജീവിതവും നിയന്ത്രിക്കാനുള്ള ജനതയോടാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണ തരംഗം ഉണ്ടായത്. വോട്ട് പോലെയുള്ള ചില ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയും ചില കണ്ടെത്തലുകൾ നടത്തുകയും ഒരുപക്ഷെ മാധ്യമങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിയാതിരുന്ന തരത്തിൽ വലിയ പ്രചരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഇലക്ഷനെ നേരിടുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 60ഓളം ആളുകൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഏകദേശം 6 മാസത്തോളം നീണ്ടു നിൽത്ത പഠനത്തിന് ശേഷമാണ് കോൺഗ്രസ് ഈ പല വസ്തുതകളും കണ്ടെത്തിയിട്ട് വോട്ട് ചോരി ആരോപണമായി വരുന്നത്. അതൊരു വസ്തുതയായി പിന്നീട് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ് ബീഹാർ ഇലക്ഷനിൽ കോൺഗ്രസ് നേരിട്ടത്. എന്നിട്ടും കോൺഗ്രസ് അത് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്നാണ് വിചാരിക്കുന്നത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള യോഗേന്ദ്ര യാദവ് കരൺ താപ്പർക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്. ബീഹാറിൽ നടന്നത് തുല്യശക്തിയുള്ള 2 വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ഉപമയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു റേസ് കാറിനെ സൈക്കിൾ കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. എല്ലാ അർത്ഥത്തിലും ആ ഉപമ ശരിയാണ്. കാരണം സമ്പത്തിൻ്റെ കാര്യത്തിലും അധികാരത്തിൻ്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്ഷപാതമായ നിലപാടിൻ്റെ കാര്യത്തിലുമൊക്കെ ബീഹാറിൽ പ്രതിപക്ഷത്തിന് എതിരായ ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞ് അവിടെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ നടത്തിയ ക്യാമ്പയിൻ ഇടത്തരക്കാരായ വിദ്യാസമ്പന്നരായ ആളുകളിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അത് യാതൊരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. അവരതിൽ കുലുങ്ങിയിട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ വോട്ട് ചോരി ഒരു ഘടകമാണ്. 65 ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ചില ഏതാനും ലക്ഷങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനെ സ്വാധീനിച്ച ഒരു ഘടകമാണ്. പക്ഷേ അവിടുത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ ഡി എയെ സംബന്ധിച്ച് വോട്ട് ചോരി മാത്രമല്ല. അവിടെ സ്ത്രീകളെ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ചില പ്രത്യേക പദ്ധതികൾ, വിശേഷിച്ച് മുഖ്യമന്ത്രിയുടെ മഹിളാ റോസ്ഗാർ യോജന, 1,21,00,000 പേരാണ് അതിൻ്റെ പരിധിയിൽ വന്നത്. സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വീതം സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി വായ്പ കൊടുക്കുന്ന പദ്ധതിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ 75 ലക്ഷം സ്ത്രീകൾക്ക് അതിൻ്റെ ആദ്യ ഗഡു 10,000 രൂപ കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതും സാമ്പത്തിക സഹായം നൽകുന്നതും തെറ്റാണ്. അത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ്. പക്ഷേ ഈ 75 ലക്ഷം കഴിഞ്ഞ് ബാക്കിയുള്ള ആളുകൾക്ക് ഏതാണ്ട് 1,00,000-ഓളം സ്ത്രീകൾക്ക് ആ തുക കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയേണ്ട ഒരു കാര്യമായിരുന്നു അത്. അവർ തടഞ്ഞില്ല. 10% സ്ത്രീകളുടെ വർധനമാണ് വോട്ടിങ്ങിൽ കണ്ടത്. ഏതാണ്ട് പുരുഷന്മാർ 61% വോട്ട് ചെയ്തപ്പോൾ 71% വോട്ട് സ്ത്രീകളുടേത് വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ബീഹാറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബീഹാറിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ നാട്ടിലുള്ളത് സ്ത്രീകളാണ്. പുരുഷന്മാർ ജോലിക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. സ്ത്രീകൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് അവിടുത്തെ എല്ലാ വികസന പദ്ധതികളും സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. സ്ത്രീകൾക്ക് സൈക്കിളുകൾ നൽകുന്ന പദ്ധതിയുണ്ട്, അവർക്ക് തൊഴിൽ സംവരണം കൊടുക്കുന്ന പദ്ധതിയുണ്ട്, മദ്യനിരോധനം നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ 20 വർഷക്കാലമായിട്ട് അവിടെ നടക്കുന്ന എല്ലാ പദ്ധതികളും സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ്. ഈ 10% സ്ത്രീകളുടെ വോട്ട് മിക്കവാറും അതിൻ്റെ ഒരു വലിയ ഷെയർ പോയത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് JDUവിനാണ്. അത് വലിയ തോതിൽ അവിടെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ബീഹാറിൽ കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയല്ല. നമ്മൾ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം OBC രാഷ്ട്രീയം ശക്തിപ്പെട്ടതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ
പ്രാദേശിക പാർട്ടികൾ ദേശീയ പാർട്ടികളെ പിന്തള്ളുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കോൺഗ്രസിനെയാണ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അടിയോടെ തകർന്നു പോയിട്ടുണ്ട്. രണ്ടാമത് കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി അതിൻ്റെ നേതൃത്വത്തിൽ വരുന്ന കാലം എന്ന് പറയുന്നത് ഏറ്റവും ദുർഘടം പിടിച്ചൊരു കാലമാണ്. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങേയറ്റം ദുർബലപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ കോൺഗ്രസ്സിലെ വലിയ നേതാക്കളൊക്കെ കോൺഗ്രസ് വിട്ടുപോയി. ഗുലാം നബി ആസാദിനെ പോലുള്ളവർ പോയി, ഹിമന്ത ബിശ്വ ശർമ്മ പോയി. രാഹുൽ ഗാന്ധിക്ക് പിന്തുണയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചെറുപ്പക്കാരായ നേതാക്കൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ളവർ പോയി. അങ്ങനെ ഒരുപാട് പേര് പോയി. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പുതിയ ഒരു കോൺഗ്രസ് കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ആവേശം സംഭരിച്ച് പുതിയൊരു ടീമിനെ ഇറക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ ഒരു കോൺഗ്രസിനെ നിർമ്മിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന പലരും കാണാതെ പോകുന്ന അല്ലെങ്കിൽ പറയാതെ പോകുന്ന ഒരു ഘടകമാണ്. ഇതിൽ വേറൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ ജാതി, ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് പിന്നെ പ്രത്യേകിച്ച് പോസ്റ്റ് മണ്ഡൽ കാലഘട്ടത്തിൽ ജാതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമുദായങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയം കെട്ടിപ്പടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയോ ചെയ്തിട്ടുള്ള, അത് അധികാരത്തിലേക്ക് എത്തുകയോ ചെയ്തിട്ടുള്ളൊരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. മാത്രമല്ല അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ വലിയ നിലപാടുകളൊക്കെ എടുക്കുകയും പ്രത്യേകിച്ച് ബാബറി മസ്ജിദിൻ്റെ കാലത്തൊക്കെ ആ രീതിയിലൊരു രീതിശാസ്ത്രം അവർ എല്ലാ കാലത്തും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2010 വരെയൊക്കെ അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബീഹാറിലെ 50% ഇപ്പോഴും പ്രത്യേകിച്ച് സവർണ വിഭാഗങ്ങളാണ് മത്സരരംഗത്തുണ്ടായിരുന്നു, പിന്നീട് വിജയിക്കുകയും ചെയ്തത്. അതോടൊപ്പം എന്നാൽ അതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ യാദവരല്ലാത്ത ധാരാളം പിന്നോക്ക വിഭാഗങ്ങൾ ഇപ്പോൾ ഈ BJPയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഒരുപാട് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്, സോഷ്യലിസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് മണ്ഡൽ കാലഘട്ടത്തിന് ശേഷം രൂപം കൊണ്ടിട്ടുള്ള ജാതിവിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തെ നെടുകെ പിളർത്തിയിട്ടായിരിക്കുമല്ലോ BJPയുടെ മുന്നണിയൊക്കെ ആ രീതിയിൽ ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ജാതി എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത്? കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അതിൽ ജാതിയുടെ ഘടകം എന്ന് പറയുന്നത് പോസ്റ്റ് മണ്ഡൽ പീരീഡിൽ വന്നിട്ടുള്ളൊരു വലിയ ഉയർച്ച. പ്രാദേശിക കക്ഷികൾ ജാതി അടിസ്ഥാനത്തിൽ പാർട്ടികൾ വന്നു. അത് പ്രധാനമായിട്ട് UP-യിലും ബീഹാറിലുമാണ് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത്. ആ രണ്ടിടത്തും യാദവരായിരുന്നു അതിൻ്റെ ഒരു ബേസായി നിന്നത്, 2 സ്റ്റേറ്റുകൾ. ലാലു പ്രസാദിനെ സംബന്ധിച്ച് അവിടെ യാദവരും മുസ്ലിങ്ങളും ചേരുന്ന ഒരു ഇക്വേഷനാണ് അദ്ദേഹം എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചത്. ലാലു പ്രസാദ് യാദവാണ് അദ്വാനിയെ അറസ്റ്റ് ചെയ്തത്. രഥയാത്രയുടെ സമയത്ത് അദ്വാനിയെ അറസ്റ്റിലാവുന്നത് ലാലു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ലാലുവിൽ അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. അവർ ഇപ്പോഴും ലാലുവിൻ്റെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും BJP ചെയ്തത് 2000 ആണ്ടിന് ശേഷം അവരുടെ ഒരു പുതിയ രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് ദളിതർ, ആദിവാസികൾ, അതിദരിദ്രരായ ദളിത് വിഭാഗങ്ങൾ ഇവരെല്ലാം ചേർക്കുന്ന, ബ്രാഹ്മണരുടെ കൂടെ ഇവരെല്ലാം കൊണ്ടുവരുന്ന ഒരു പുതിയ സോഷ്യൽ എഞ്ചിനീയറിങ് അവർ ബോധപൂർവം കൊണ്ടുവരുന്നുണ്ട്. അതിൽ ബീഹാറിലെ കുർമികൾ, നിതീഷ് കുമാറിൻ്റെ സമുദായം, അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് കുർമികളാണ്. കുർമികൾ വളരെ പ്രബലരാണ്, യാദവർക്കൊപ്പം തന്നെ നിൽക്കാൻ ശേഷിയുള്ളവരാണ്. പാസ്വാൻ വിഭാഗമുണ്ട്, കുറേ കൂടി ദരിദ്രരായ ദളിത് വിഭാഗങ്ങളാണ്. അതുപോലെ ഉള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, ദളിത് ഗ്രൂപ്പുകൾ, ഇവരെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. BJPയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവരികയാണ്. നിതീഷ് കുമാർ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി നിൽക്കുകയാണ്. നിതീഷ് കുമാറിനെ മാറ്റിയിട്ടൊരു മുന്നോട്ട് പോക്ക് BJPക്ക് സാധ്യമല്ല. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചിലപ്പോൾ നിതീഷ് കുമാർ അവിടെ ഒരു ഫാക്ടർ ആവില്ല. കാരണം ഇപ്പോൾ BJPക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള സ്ഥാനമുണ്ട്. BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക കക്ഷികളെ മറികടക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അവർ പ്രാദേശിക കക്ഷികളെ പിളർക്കുകയോ തങ്ങളുടെ ഒപ്പം നിർത്തി ദുർബലരാക്കുകയോ ചെയ്യുകയാണ്. UP-യിൽ അവരത് ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ ചെയ്തിട്ടുണ്ട്, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറീസയിൽ ചെയ്തിട്ടുണ്ട്. ഒറീസയിൽ നവീൻ പട്നായിക്കിനെ മുൻനിർത്തിയാണ് അവർ തെരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം നേടി. നവീൻ പട്നായിക്ക് ഇന്ന് അപ്രസക്തനാണ്. ഇതേ ഗതിയാണ് നിതീഷ് കുമാറിന് വരാൻ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പോടെ അദ്ദേഹം ബീഹാറിലെ ഒരു ഫാക്ടർ അല്ലാതായിട്ട് മാറുകയും BJP ഒരു പ്രധാന ഫാക്ടറായിട്ട് മാറുകയും ചെയ്യും. ഇതിൽ പതുക്കെ
BJP സ്വീകരിച്ചിട്ടുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലം എന്ന് പറയുന്നത് ദളിതരിൽ നിന്നൊരു വലിയ വിഭാഗത്തെ, അതുപോലെ തന്നെ ശൂദ്രരിൽ നിന്നൊരു വലിയ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. ദീർഘകാലത്തേക്കുള്ള അവരുടെ അജണ്ടയാണത്. അതിലവർ വിജയിച്ചിട്ടുണ്ട്. അതിനെ മറികടക്കുന്ന ഒരു രാഷ്ട്രീയ ഫോർമേഷൻ, ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കാൻ നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഈ പാർട്ടികളെല്ലാം എത്രയോ കാലമായി കോൺഗ്രസ്സിനെതിരെ യുദ്ധം ചെയ്ത് പ്രാദേശികമായിട്ട് വളർന്ന പാർട്ടികളാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കുക കോൺഗ്രസ്സിന് എളുപ്പമല്ല. കോൺഗ്രസ്സിന് അത് രാഷ്ട്രീയമായിട്ട് മറ്റു തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ ദേശീയതയുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിട്ടേ മറികടക്കാൻ കഴിയുള്ളൂ. ഇതിൽ വേറൊരു ഇതോടൊപ്പം നമുക്ക് നോക്കിയാൽ കാണുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങളെ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ, ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ കേസിലാണെങ്കിൽ ലാലു പ്രസാദ് യാദവിന് വളരെ പിന്തുണ ഉണ്ടായിരുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഈ മുസ്ലിങ്ങളെ നമ്മൾ ഇനി ആ രീതിയിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ RJD പോലുള്ള ആളുകളൊക്കെ പാർട്ടികളൊക്കെ പോയതിൻ്റെ ഭാഗമായിട്ടാണോ എനിക്കറിയില്ല. പല മുസ്ലിം പാർട്ടികൾ പിൽക്കാലത്ത് അവിടെ കുറേ കൂടി ശക്തിയാവുന്നു. ഉദാഹരണത്തിന് UIC പോലെയുള്ള മുസ്ലിം ഉള്ളടക്കമുള്ള പാർട്ടികളൊക്കെ കടന്നു വരികയും 6 സീറ്റിൽ അവർ മത്സരിക്കുക 5 സീറ്റ് നേടുകയും ചെയ്തു. അപ്പോൾ ഈ UIC പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ചും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ തോതിൽ BJPക്കെതിരെ ഒരു നിലപാടെടുക്കുന്ന പാർട്ടിയായിട്ടാണ് UICയെ ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അവർക്കെതിരെ പല ആരോപണങ്ങൾ പല ആളുകളും ഉന്നയിക്കാറുണ്ടെങ്കിലും ഈ ആരോപണങ്ങളൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ പലതും. അതിന് മറികടന്നുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും BJPക്കെതിരെ ശക്തമായ നിലപാടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൂടെ നിർത്താതിരുന്നത് കോൺഗ്രസ്സിന് സംഭവിച്ച വലിയൊരു പരാജയമല്ലേ? കാരണം വെച്ചാൽ കോൺഗ്രസ് ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒവൈസിയെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, ഒവൈസി BJPക്ക് അനുകൂലമായി മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നുള്ള അഭിപ്രായമാണ്. മറ്റൊന്ന്, ഒവൈസി സ്വന്തം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. കഴിഞ്ഞ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ബീഹാറിൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും ഒവൈസിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടായത് BJPക്ക് ഗുണകരമായ ചുറ്റുപാടാണ്. ഇത്തവണ ഒവൈസിയെക്കുറിച്ച് വ്യത്യസ്തമായൊരു നിലപാട് പറഞ്ഞത് CPIML ലിബറേഷൻ്റെ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയാണ്. ദീപാങ്കർ പറഞ്ഞത് ഒവൈസി റേസ് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒവൈസിക്ക് അത് റേസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, ആ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. ഒവൈസിയോടുള്ള സമീപനത്തിൽ നമ്മൾ കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ഒരു നിലപാടെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കുറേ കൂടി പുതിയ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യാഥാർത്ഥ്യബോധത്തിനുള്ള ഒരു നിലപാടാണ്. ഒവൈസി മാത്രമല്ല, ഇത്തവണ പ്രശാന്ത് കിഷോറിൻ്റെ റോളും സംശയാസ്പദമായിരുന്നു. അദ്ദേഹം ഒരു പാർട്ടി തട്ടിക്കൂട്ടി അവിടെ മത്സരിച്ചു. പക്ഷേ 1.5 കൊല്ലമായിട്ട് പ്രശാന്ത് കിഷോർ നടത്തുന്ന ക്യാമ്പയിൻ മുഴുവൻ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിനെതിരെയായിരുന്നു. ലാലു പ്രസാദ് പണ്ട് നടത്തിയ ഭരണത്തിലെ അതിക്രമങ്ങളെക്കുറിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം നിതീഷ് കുമാറിനെ അറ്റാക്ക് ചെയ്തില്ല, BJP അറ്റാക്ക് ചെയ്തില്ല? അപ്പോൾ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചിട്ട് ലാലുവിനെതിരെയുള്ള ലാലുവിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുകയാണ്. 20 വർഷമായിട്ട് ലാലു ഭരണത്തിലില്ല അവിടെ. അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹം നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാതെ അങ്ങനെ ഒരു പൊസിഷൻ എടുത്തത്? അങ്ങനെ ഉള്ള ചോദ്യമുണ്ട്. ഈ പല ആളുകളും രാഷ്ട്രീയത്തിൽ പല താല്പര്യങ്ങളായിട്ട് വരികയാണ്, പല ലക്ഷ്യങ്ങളായിട്ട് വരികയാണ്. അതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരവസ്ഥയിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ ശേഷിയെ കുറച്ച് കാണേണ്ട ഒരു കാര്യമില്ല. കാരണം ബീഹാറിൽ കോൺഗ്രസ് ഒന്നാം കക്ഷിയല്ല, അവിടെ RJD ആണ് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി. പിന്നെയുള്ളത് CPIML ലിബറേഷനും CPIയും CPIMും പോലുള്ള പാർട്ടികളാണ്. അത് രാഹുലിൻ്റെ ഒരു പരാജയമായിട്ട് എടുക്കുന്നതിൽ കാര്യമില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം, വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. രാജസ്ഥാനിലിപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ കോൺഗ്രസ്സാണ് ജയിച്ചത്, BJPയെ തോൽപ്പിച്ചു. ചെറിയ കാര്യമല്ല അത്. പക്ഷേ രാജസ്ഥാനിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. കാരണം നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെയും അച്ചടി മാധ്യമങ്ങളുടെയും ഒരു പരിമിതി, അവർ താൽക്കാലികമായ ഒരു വൈകാരികതയിലാണ് നിൽക്കുന്നത്. അവർ വസ്തുതകളിലേക്ക് പോകുന്നില്ല, യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുന്നില്ല. യാഥാർത്ഥ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ BJP ഗവൺമെൻറ്റിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ രാഹുൽ നടത്തുന്ന പോരാട്ടങ്ങളെപ്പറ്റി പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ അത് കോൺഗ്രസ്സുകാർക്ക് പോലും കേരളത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. അവർ പോലും അതിനെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരല്ല. അവർക്കത് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അവർ ചിന്തിക്കുന്നില്ല.
ഈ UICയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇതേ ദീപാങ്കർ തന്നെ ഇതേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അവർക്ക് അവരുടെ ഒരു അസ്തിത്വമുള്ളതായിട്ട് കണക്കാക്കണമെന്നും അവരെ മറ്റൊരു പാർട്ടിയായിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആ നിലപാട് അതിനോട് ഒരു സംവാദമാണ് ആവശ്യം എന്നുള്ള നിലപാട് കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ദീപാങ്കർ എടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കുകൊണ്ട് സമാനമായ നിലപാടാണ്, ആ എക്സിസ്റ്റൻസിനെ അംഗീകരിക്കുന്ന നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവരിലൊരു തുടർച്ച അതിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനും അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടുകളായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിലൊന്ന് ഒരു അർബൻ നക്സലാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർ. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇതുവരെ ഒരു നേതാവ് നേരിടാത്തത് പോലെയുള്ള ആരോപണമാണ് അർബൻ നക്സലാണെന്നും അതുപോലെ മുസ്ലിം ലീഗാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്നുള്ളൊരു ആരോപണം. അത് കേരളത്തിൽ വിജയിച്ചപ്പോൾ അത് വളരെയേറെ വർദ്ധിക്കുകയുണ്ടായി. അത് ഞാൻ മനസ്സിലാക്കുന്നത് നോർത്തിലും അതൊക്കെ വലിയ തോതിൽ സ്വാധീനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിനെതിരെ രൂപം കൊള്ളുന്നത് എന്തുകൊണ്ടായിരിക്കും? അർബൻ നക്സലാണെന്നും അതുപോലെ മുസ്ലിം ലീഗാണ് ഇതിനൊക്കെ പിന്നിൽ എന്നൊക്കെ പറയുന്ന ഒരു ആരോപണത്തിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കോൺഗ്രസ്സിൽ മൻമോഹൻ സിംഗ്, പ്രണബ് കുമാർ മുഖർജി തുടങ്ങിയവർ കൊണ്ടുവന്ന ഒരു നയപരമായ അവസ്ഥയിൽ നിന്ന് രാഹുൽ തിരിഞ്ഞു നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി കുറേ കൂടി ഈ ഗ്ലോബലൈസേഷൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ച് ബോധേടാണ്. ആഗോളവൽക്കരണം ഉണ്ടാക്കിയിട്ടുള്ള അത് ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ള അത് ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പരമാവധി എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി അതിൻ്റെ ഒരു തിരിച്ചടിയാണ് എന്ന ചിന്തയുണ്ട്. അതുകൊണ്ട് രാഹുൽ കുറേ കൂടി മൻമോഹൻ സിംഗിൻ്റെ കാലത്തു നിന്ന് പുറകോട്ട് പോയിട്ട് ഒരു നെഹ്റുവിയൻ സാമ്പത്തിക ശാസ്ത്രത്തിലേക്കുള്ള തിരിച്ചു നടത്തുന്നുണ്ട്. അതിന് രാഹുലിനെ സഹായിക്കുന്നത് മുഴുവൻ JNUവിലെ പഴയ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്ന വിദ്യാർത്ഥികൾ. അവർ പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് അവരുടെ ഒരു വലിയ ടീം രാഹുലിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ JNUവിൻ്റെ പഴയ ചെയർമാനായിരുന്ന ഐസയുടെ നേതാവായിരുന്ന സന്ദീപ് സിംഗ്, AYFൻ്റെ നേതാവായിരുന്ന കനയ്യകുമാർ, SFI നിന്ന് വളർന്ന് DSF ഉണ്ടാക്കിയ പ്രസഞ്ജിത് ബോസ്, ഇങ്ങനെ ഒരു വലിയ നിര ഇടതുപക്ഷ ബുദ്ധിജീവികളായിരുന്നവർ മുഴുവൻ രാഹുലിൻ്റെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപദേശിക്കുന്ന കൂട്ടത്തിലുണ്ട്. രഘുറാം രാജനെ പോലെ ലോകത്ത് തന്നെ ആദരിക്കപ്പെടുന്ന വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരിലൊരാൾ, BJPയുടെ സാമ്പത്തിക നയത്തെ നിശ്ചിതമായി വിമർശിക്കുന്നവരാണ്. അങ്ങനെ ഒരു വലിയ ടീം രാഹുലിൻ്റെ കൂടെയുണ്ട്. പരകാല പ്രഭാകരനെ പോലെ, നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലയുടെ ഭർത്താവായിരുന്ന പരകാല പ്രഭാകരനെ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള വലിയ സംഘം. അത് നരേന്ദ്രമോദിക്ക് സഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അർബൻ നക്സൽ എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയും മഹുവ മൊയ്ത്രയും മാത്രമാണ് പാർലമെൻറ്റിൽ അദാനി നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ ശബ്ദിച്ചിട്ടുള്ള രണ്ടേ MP-മാർ. CPM-ന് MP-മാരുണ്ട്, CPIക്ക് MP-മാരുണ്ട്. പക്ഷെ ആരും അദാനിക്കെതിരെ ശബ്ദിച്ചിട്ടില്ല. അദാനിക്കെതിരെ ശബ്ദിക്കാൻ ധൈര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് അയാളെ അർബൻ നക്സൽ എന്നല്ലാണ്ട് വേറെന്താ വിളിക്കുക? മോദിയെ സംബന്ധിച്ച് വേറൊന്നും വിളിക്കാൻ പറ്റില്ല. പിന്നത്തേത് രാഹുൽ മുസ്ലിങ്ങളോട് എടുക്കുന്ന സമീപനമാണ്. മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഒരു വലിയ പാർട്ടിയല്ല. അവർക്ക് ആകെ പാർലമെൻറ്റിൽ 4 മെമ്പർമാരേ ഉള്ളൂ, ആകെ രാജ്യസഭയിലും ലോക്സഭയിലും കൂടി. പക്ഷേ മുസ്ലിം ലീഗിനെ കുറിച്ച് മോദിക്ക് പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗ് ഇന്ത്യയിലെ വലിയ പാർട്ടിയൊന്നുമല്ല, കേരളത്തിൽ മാത്രമാണ്, തമിഴ്നാട്ടിൽ മാത്രമുള്ള പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ആളാണ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ആണ് ഇയാളെ പിന്തുണയ്ക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നേരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ആദ്യം മത്സരിച്ചപ്പോൾ ലീഗിൻ്റെ കൊടി കൂട്ടിക്കെട്ടിയതിൻ്റെ പേരിൽ പാകിസ്ഥാൻ പതാക കെട്ടിയിട്ടാണ് ക്യാമ്പയിൻ എന്നാണ് ഉത്തരേന്ത്യയിൽ മുഴുവൻ BJP പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് ഇത് രാഹുലിനെ ഒറ്റപ്പെടുത്തി രാഹുലിനെ ഒരു ഭീകര സ്വഭാവമുള്ള രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രമാണ്. പക്ഷേ ഇന്ത്യയിലെ പുതിയ ഇടത്തരം വിഭാഗങ്ങളിലൊക്കെ രാഹുൽ വലിയ മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ മോദിക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം. ഒരു സംശയം വേണ്ട, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും മോദിക്കെതിരായ BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഉന്നവനായിട്ട് രാഹുൽ ഗാന്ധി തന്നെ തുടരുകയും ചെയ്യും. രാഹുൽ ഗാന്ധി വലിയൊരു ക്യാമ്പയിന് ശേഷമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇത്രയും വലിയ ക്യാമ്പയിന് ശേഷം നേരിടുകയും ഒരുപാട് പുതിയ ഇപ്പോൾ യൂട്യൂബേഴ്സ് പോലും ഒരുപാട് യൂട്യൂബേഴ്സ് അതുപോലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾക്ക് മൂപ്പര് കൂടെ നിൽക്കുകയും ഒരുപാട് ആളുകൾ അതിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പരാജയപ്പെട്ടു. അപ്പോൾ നമ്മളിതിൻ്റെ സത്യം എന്നതിനേക്കാൾ ഉപരി ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ളൊരു ഫീൽ അഖിലേന്ത്യാ തലത്തിലുണ്ടാവാം. അപ്പോൾ അതെങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്? അല്ല, SIRമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയത്.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശബ്ദമായി നിൽക്കേണ്ടി വന്നു. മോദിയോ അമിത്ഷായോ ഒരു അക്ഷരം മിണ്ടിയില്ല അതിനെക്കുറിച്ച്, ഒന്നും പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. പിന്നെ രാഹുലിനോട് ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അതിനൊരുപാട് പ്രായോഗിക വിഷമങ്ങളുണ്ടാവും. ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ അത് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഇപ്പോൾ എളുപ്പത്തിൽ അത് സാധ്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി മാത്രമായി ചുരുങ്ങിപ്പോയി എന്ന് പറയുന്നത് രാഹുലിൻ്റെ ക്യാമ്പയിൻ കൊണ്ടാണ്. അത് പക്ഷേ ഇടത്തരക്കാരിലേക്ക് മാത്രം എത്തുന്ന ഒരു കാര്യമാണ്. ബീഹാറിൽ ദിവസം 100 രൂപ പോലും വരുമാനമില്ലാത്ത ഒരു സ്ത്രീക്ക് 10,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ഒരു സംവിധാനത്തെ നിങ്ങളെങ്ങനെ തീർക്കുക? നിങ്ങൾ 10,000 വാങ്ങരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഇവർ 10,000 തരുന്നത് തട്ടിപ്പാടെന്ന് പറഞ്ഞാൽ കേൾക്കുമോ? നിങ്ങളതിനെ എതിർക്കാൻ പോയാൽ സ്വാഭാവികമായിട്ടും നിങ്ങളതിനെ സ്ത്രീകൾക്കെതിരാണ് എന്ന ക്യാമ്പയിൻ വരും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണം കൊടുത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നിടത്ത് വേറെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. നിശബ്ദരായി നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവ്വമല്ല പെരുമാറുന്നതെന്ന് തെളിയിക്കാൻ, വസ്തുതാപരമായി തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. കാരണം തിരക്കിട്ട് SIR ഉണ്ടാക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ സ്വാധീനിക്കും, ബംഗാളിൽ സ്വാധീനിക്കും. അത് കുറേ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജാഗ്രതയോടെ കാണാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ബീഹാറിലെ രാഷ്ട്രീയ സ്ഥിതിയല്ല കേരളത്തിലുള്ളത്, കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥയല്ല തമിഴ്നാട്ടിലും ബംഗാളിലും ഉള്ളത്. അതുകൊണ്ട് ഓരോ സ്ഥലത്തെയും രാഷ്ട്രീയ അവസ്ഥ വ്യത്യസ്തമാണ്, മുന്നണി ബന്ധങ്ങൾ വ്യത്യസ്തമാണ്, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ബീഹാർ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. കോൺഗ്രസ് കർണാടകയിൽ ജയിച്ചിട്ടുണ്ട്, കർണാടകയിൽ ജയിച്ചുകൊണ്ട് കേരളത്തിൽ ജയിച്ചിട്ടില്ല. കോൺഗ്രസ് തെലങ്കാനയിൽ ജയിച്ചിട്ടുണ്ട്, തെലങ്കാനയിൽ ജയിച്ചുകൊണ്ട് ആന്ധ്രയിൽ ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു സ്റ്റേറ്റിലെ സ്വാധീനം മറ്റിടത്ത് അതേപടി വരില്ല. അത് ഒരുപാട് പ്രാദേശിക ഘടകങ്ങളുണ്ട്. ആ പ്രാദേശിക ഘടകങ്ങളാണ് ഓരോ സ്റ്റേറ്റിലും തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവും തീരുമാനിക്കുന്നത്. ബീഹാറിലെ പരാജയവും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? ഭാവി, രാഹുൽ നാളത്തെ നേതാവാണ്, ഇന്നത്തെ നേതാവല്ല. നാളത്തെ ഇന്ത്യയുടെ നേതാവാണ് രാഹുൽ. രാഹുൽ സംസാരിക്കുന്നത് നാളെ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമൂഹികതയും നിയന്ത്രിക്കാനുള്ള ജനതയോടാണ്. ഇന്ന് രാഹുൽ വളർന്നുകൊണ്ടിരിക്കുന്ന നേതാവ് മാത്രമാണ്. അത് നാളെയുടെ നേതാവാണ്. നാളെ തീർച്ചയായിട്ടും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും അഖിലേഷ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും ഒക്കെ കയ്യിലേക്കാണ് പോവുക. അവിടെ മോദിയോ അമിത്ഷായോ ഒന്നും ഉണ്ടാവില്ല.